ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഞാൻ ഇപ്പോൾ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ഉടച്ചതാണ് കേട്ടോ. തേങ്ങ ഉടച്ചപ്പോൾ കൊട്ടത്തേങ്ങ ആയിരുന്നു. അതൊക്കെ ഉണ്ടോ, കൊട്ടത്തേങ്ങയാണ്. അങ്ങനെ തന്നെ അടർന്നു പോന്നപ്പോൾ ഞാനിത് രണ്ടാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ടു. വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി വെള്ള കളർ വന്നപ്പോൾ പിന്നെയും ചെറിയ കഷ്ണങ്ങളാക്കി 2-3 കഷ്ണങ്ങളാക്കിയിട്ടിട്ടു. ഒന്ന് ഒരു 4 കഷ്ണം, രണ്ടും അങ്ങനെ ഒരു 6-8 കഷ്ണങ്ങളാക്കി ഇട്ടു. അത് വീണ്ടും വെള്ള കളറായപ്പോൾ ഞാനിങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടു. കണ്ടോ, ഇപ്പോൾ നല്ല നമ്മുടെ തേങ്ങയുടെ ആ ഒരു ഇതിൽ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരി കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളിത് വാലാൻ വയ്ക്കുക, വാരി വയ്ക്കുക ഒരു കൊട്ടയിലേക്ക് അല്ലെങ്കിൽ അരിപ്പയിലേക്ക് വാരി വെച്ചിട്ട് ആ വെള്ളം പോയി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കണ ജാറുണ്ടല്ലോ, ആ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് ഇത്തിരി കൂടി കളർ പോകാനുള്ളൂ. ഇതൊക്കെ ഉണ്ടോ, ഇതിൻ്റെയൊക്കെ ഏതാ ഫുള്ള് ഇതേമായിട്ട് കളറായിരുന്നു. ഈ കളറായിരുന്നു ഫുള്ള്. ഇപ്പോൾ ഇതാ ഈ കളറായി. ഇത്തിരിയും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സാധാരണ തേങ്ങയുമായിട്ട് തന്നെ ആവും, തേങ്ങ ചിരകിയതുമായിട്ട് തന്നെ ആവും. അപ്പോൾ നമുക്ക് കറിക്കും എല്ലാ കാര്യത്തിനും എടുക്കാം. അതല്ല ഇത്തിരി ചൊവയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വറുത്തിട്ട് മല്ലിപ്പൊടിയും മുളകൊക്കെ ചേർത്ത് വറുത്തെടുത്തിട്ട് നമുക്ക് അരച്ച് വയ്ക്കാം. അരച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഓരോ പാത്രത്തിലാക്കി വയ്ക്കുക. അന്നന്നൊക്കെ എടുക്കാനുള്ളതായിട്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് വറുത്തരച്ച കറികൾ, ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ അങ്ങനെ എന്തെങ്കിലും നോണിനോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉള്ളി മസാലക്കറി വയ്ക്കുമ്പോഴൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. കണ്ടോ, ഞാൻ വാരി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് ഈ ജാറിലിട്ടങ്ങ് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി തേങ്ങ ചെറുകിയതാവും. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും വയ്ക്കാം. എന്നിട്ട് എനിക്കൊരു കറി വയ്ക്കാനാണ്. ഞാൻ പപ്പായയും, അതായത് കപ്പയ്ക്ക, ധർമ്മസിംഗായ, കർമൂസ, പല പേരിൽ അറിയപ്പെടുന്നൊരു പച്ചക്കറി ഉണ്ടല്ലോ, നമ്മുടെ പറമ്പിൽ തന്നെ കുത്തിയെടുക്കുന്നത്, അതും പരിപ്പും കൂടി ഇട്ടിട്ടൊരു എരിശ്ശേരി വയ്ക്കാനാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. 5 മിനിറ്റായി ഇതിങ്ങനെ വെച്ചിട്ടിട്ട്. അപ്പോൾ ഞാനിത് എടുത്ത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതാ ഇട്ട് കൊടുക്കാം. നമുക്കിത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. കണ്ടോ, നല്ല തേങ്ങ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ 2 പാത്രത്തിൽ ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിൽ ഇത് രണ്ടും എനിക്ക് ഫ്രീസറിൽ വെക്കാനാണ്. നമുക്ക് എപ്പോഴെങ്കിലും ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് അതിൽ ഇത്തിരി ഒരു നുള്ളി ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചുള ഞാൻ വെളുത്തുള്ളി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി കൂട്ടി അരച്ചിട്ട് പപ്പായ എരിശ്ശേരി വെക്കാനാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ തേങ്ങ അരച്ചിട്ടുണ്ട്. കണ്ടോ, എരിശ്ശേരിക്കായതുകൊണ്ട് ഒരുപാട് അരയുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ കറുത്ത സാധനം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളത് കളഞ്ഞോളൂ, നല്ലതാണ്. പക്ഷേ ഇത് നല്ലതാണിത്. ടോൺസിലൈറ്റീസിന് അല്ലെങ്കിൽ തൊണ്ടയ്ക്കൊക്കെ നല്ലതാണെന്നാണ് പറയാം. വെറുതെ കടിച്ച് തുപ്പി കളയാം. ഇതല്ല ഞാൻ പറഞ്ഞത്, ആ സാധനം മാത്രമാണെങ്കിൽ അതിങ്ങനെ ചെത്തി കളഞ്ഞിട്ട് അത് കടിച്ച് തുപ്പിയിട്ട് അതിൻ്റെ വെള്ളം ഇറക്കിയിട്ട് കളഞ്ഞാൽ ടോൺസിലൈറ്റീസിന് നല്ലതാണെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല കേട്ടോ, എനിക്കില്ല. പിന്നെ ഇപ്പോൾ ഇത് അരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നല്ല ഒന്നാന്തരം തേങ്ങ അരച്ചതായില്ലേ. ഇത് ഞാനിത് അപ്പോൾ കറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പപ്പായ എരിശ്ശേരി റെഡിയായി. തേങ്ങയ്ക്ക് ഭയങ്കര വിലയല്ലേ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ് കേട്ടോ, വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ നോക്കണം പിന്നെ വല്ല ചൊവ എന്തെങ്കിലും ഉണ്ടോയെന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ചൊവ ഉണ്ടെന്നുണ്ടെങ്കിൽ വറുത്തരച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ, തീയലൊക്കെ വയ്ക്കാൻ പറ്റും. അത് ഇതേമാതിരി പൊടിയാക്കിയിട്ട് ഞാൻ പറഞ്ഞ മാതിരി ഈ മെത്തേഡിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പം എൻ്റെ കപ്പയ്ക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് വറുക്കണം. അപ്പോൾ കപ്പയ്ക്ക എരിശ്ശേരി ഞാൻ കടുക് വറുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഉപ്പൊക്കെ ഉണ്ട്, ഉപ്പൊക്കെ പാകത്തിലാണ്. അതാ നേരത്തെ നോക്കിയതാണേ, എല്ലാം പാകത്തിനാണ്. അടിപൊളി ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.